ഹലോ, കം ലെറ്റ്സ് മേക്ക് ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ ബീഫ് എടുക്കുക, കഴുകുക, ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇവ ചേർത്ത് നമ്മൾ കുക്കറിൽ വിസിലടിക്കാൻ വെക്കണം. ഏകദേശം 5 വിസിൽ മതിയാവുമായിരിക്കും. ഇപ്പോൾ ഈ ബീഫിനായിരുന്നെങ്കിൽ 5 വിസിലാണ്, പക്ഷേ ഇതൊരു ഇച്ചിരി ഓവർ കുക്ക്ഡ് ആയി പോയിട്ടുണ്ട്. അത്രയും കുക്ക്ഡ് ആവണ്ട. ബീഫ് ഒരു 80-90% എന്താ പറയുക, അത് വെന്താൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി അത് വെന്തോളും. അപ്പോൾ ഓരോ വിസിലായിട്ട് നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വിസിലിൻ്റെയും വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 80-90% വെന്തിട്ടുണ്ടാവും. നോക്ക് ഗൈസ്, ലുക്ക് അറ്റ് ദ കളർ. ഓ, എന്താ ഭംഗി കാണാനായിട്ട്. തിന്നാനും അടിപൊളിയായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ പല പോസിൽ എടുക്കുന്നുണ്ട്. ഓ നൈസ്. അതിനുശേഷം നമ്മൾ ആ ബീഫ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഒന്ന് വറ്റിക്കാൻ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബീഫ് ഒരുമാതിരി എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇല്ലേ, ഓൾമോസ്റ്റ് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ജിഞ്ചറും ഗാർലിക്കും ആവശ്യത്തിന് എടുത്തിട്ട് ചതച്ചെടുക്കുക. ഓർ നമുക്ക് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കാനും പറ്റും. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അതൊന്ന് അതിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊരു കടിക്കാനും കിട്ടും. അതൊരു രസമാണ്. അപ്പോൾ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്യുക. പിന്നെ ചില്ലി ഫ്ലേക്സ്, അതും ആവശ്യത്തിന്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ നമ്മൾ പെരുംജീരകമാണ്. ആവശ്യത്തിന് പെരുംജീരകം എടുത്തിട്ട് അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ മിക്സിയിലിട്ടായിട്ട് എടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കുക, കുറച്ച് ലൈം ജ്യൂസ്, നാരങ്ങ നീര്, പിന്നെ നമ്മൾ ആ ബീഫിൻ്റെ വേവിച്ചെടുത്ത ആ വെള്ളമില്ലേ, ബീഫ് സ്റ്റോക്ക്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരുന്നവരെ. അപ്പോൾ മിക്സ് ഓക്കെ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലോണം സ്റ്റിർ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കും. ലൈക്ക് ഒരു 30 മിനിറ്റ്സ്, അല്ലെങ്കിൽ എത്ര സമയം വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ബീഫ് അതിലേക്ക് ഇട്ടു. അപ്പം ഞാൻ സ്പൂൺ വെച്ച് ഇളക്കാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടായില്ല. അതിനുശേഷം ഞാൻ കൈ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മുടെ നാച്ചുറൽ ടൂൾസ്, അതായത് നമ്മുടെ കൈ വെച്ച് തന്നെ കുഴക്കുന്നതാണ് നല്ലത്. ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ ബീഫ് പരട്ടി സെറ്റാക്കി വെച്ചു. ഇനി അത് ഫ്രിഡ്ജിൽ വെക്കുക. 1/2 hour or 1 hour, ഇറ്റ്സ് അപ്പ് ടു യു ഗൈസ്. ദെൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ പുറത്തെടുത്തു. ഇനി എണ്ണ ചൂടാക്കാൻ വെക്കുക. വിച്ചവർ എണ്ണ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ഞാനിപ്പോൾ ഐ തിങ്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ബീഫ് ഓരോരോ സെറ്റായിട്ട് ഇടുക, വറുത്തെടുക്കുക. എൻ്റെ അമ്മ, ഇത് വറക്കുമ്പോൾ ഒരു മണം വരും. സ്വർഗം മാമാ, സ്വർഗം. ഒരു രക്ഷയില്ല, അസാധ്യം കേട്ടോ, അസാധ്യം. ഇറ്റ്സ് വെരി യമ്മി. അതിൻ്റെ സ്മെല്ലും ഒരു രക്ഷയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറി ലീവ്സ്, അതുപോലെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ശേഷം കുറച്ച് സവാളയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ ഒരു പീസ് ബീഫ് എടുക്കുക. ഇതെല്ലാം കൂടെ വെച്ച് കഴിക്കുക. യമ്മി. ഓ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗായ്സ്.